ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. രാത്രി തന്നെ തയ്യാറാക്കി വെക്കുന്നതുകൊണ്ട് രാവിലെയുള്ള തിരക്കും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിനായി ഇതുപോലെ ഒരു ക്ലോസ്ഡ് ജാറ് എടുക്കണം, ലിഡുള്ള ടൈപ്പ് ജാറ്. ഇനി ഈ ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് റോൾഡ് ഓട്സ് ആണ്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ എടുക്കുന്ന ഓട്സ് റോൾഡ് ഓട്സ് ആണ്. പല ടൈപ്പ് ഓട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഇതൊരു 2-3 സ്പൂണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാണ്. ഓവർനൈറ്റ് ഓട്സ് വണ്ണം കുറയ്ക്കുന്നവർക്ക് മാത്രമല്ല, നമുക്ക് സ്കിന്ന് ക്ലിയർ ചെയ്യാനും ഈവൻ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവാണ്. ഇതിൻ്റെ അകത്തേക്ക് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചിയ സീഡ്സ് ആണ്. നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ചിയ സീഡ്സ്. ഇത് ഹൈ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് എപ്പോഴും നിറഞ്ഞിരിക്കും. ഒരു 2 സ്പൂൺ ചിയ സീഡ്സ് ആഡ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മിൽക്കാണ്. മിൽക്കിന് പകരം ഞാനിവിടെ അൺസ്വീറ്റൻഡ് ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൽമണ്ട് മിൽക്കോ സോയ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആൽമണ്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിയ സീഡ്സ് ഇതിൽ നന്നായിട്ട് സോക്കാവണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനമൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫ്രൂട്ട്സാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് ആപ്പിളാണ്. ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ടേപ്പർ ചെയ്തെടുക്കാം. ആപ്പിൾ ആഡ് ചെയ്യാം, ബനാന ആഡ് ചെയ്യാം, സ്ട്രോബെറീസ് ആഡ് ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏതാണോ അവൈലബിൾ, ഏതാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ നോക്കിയിട്ട് നമ്മളത് ആഡ് ചെയ്യാം. ഇനി ഈ ആപ്പിൾ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബെറീസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് സ്ട്രോബെറി, അതേപോലെ ബ്ലൂബെറീസും. ബെറീസ് ആഡ് ചെയ്യാനുള്ളത്, ബെറീസ് എപ്പോഴും ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. സ്കിൻ ഹെൽത്തിന്, ആൻറ്റി ഏജിങ്ങിനൊക്കെ ബെറീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്ട്രോബെറീസും അതേപോലെ കുറച്ച് ബ്ലൂബെറീസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സ്വീറ്റ്നറാണ്. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ് ഇതിന് ഓൾറെഡി ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്വീറ്റ്നെസ് വേണമെങ്കിൽ കുറച്ച് ഹണി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് താഴെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ ടൈം സേവ് ചെയ്യാനും ഈ ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേ സമയത്ത് ഇത് വളരെ ഹെൽത്തിയാണ്. വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ വളരെ ഉപയോഗപ്രദമായ ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി 4-5 hours കഴിഞ്ഞ് രാത്രി ഡിന്നറിനും യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.